നല്ലത് പട്ടിണി കിടക്കുന്നതാ. ആരാന്റെ കഫം കൊണ്ട് കുടുംബം നോക്കുന്നതിനേക്കാളും നല്ലത്, മറ്റൊരുത്തന്റെ വേർപ്പ് കൊണ്ട് കുടുംബം പോറ്റുന്നതിനേക്കാളും നല്ലത് പട്ടിണി കിടക്കുന്നതാണ് പഠിപ്പിച്ച മതമായ ഇസ്ലാം. അതാ ഇസ്ലാമിന്റെ മൂല്യം. അള്ളാഹുവിന്റെ ഹബീബ് ഒന്ന് മുഖം വെച്ചിരുന്നെങ്കിൽ, ഒന്ന് മനസ്സ് താഴ്ത്തിയിരുന്നെങ്കിൽ കോടിക്കണക്കിന് സ്വത്തുക്കൾ അള്ളാന്റെ റസൂലുണ്ടാവും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ടാവില്ലേ? ജീവിച്ചിരിക്കുന്ന കാലത്ത് കോടീശ്വരനായിട്ട് മരിക്കാൻ നേരത്ത് പട്ടിണി കിടക്കുന്ന ഈ സഹാബത്തിനൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാ ഒരിക്കൽ പൂർണ്ണ ഗർഭിണിയായ ഫാത്തിമ ബീവി റസൂലുള്ളാഹിന്റെ അരികിൽ വന്ന് ചോദിച്ചു, റസൂലേ, അപ്പാ ഗർഭപൂതിയാണോ എന്നറിയൂല. ഫാത്തിമ ബീവി ചോദിച്ചു, അപ്പേ ഒരു കാരക്കും കെടുത്തിരി ബൈത്തുൽ മാലിന്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോളെ ഫാത്തിമ, അതെന്റെ വാപ്പന്റെ മുതലല്ല, അത് ബൈത്തുൽ മാലാ മോളെ, അത് ബൈത്തുൽ മാലാ. ഇന്ന് എല്ലാ രംഗത്തും അങ്ങനെയാ. യതീം മക്കളെ സമ്പത്ത് മോഷ്ടിക്കുന്നവരില്ലേ, അനന്തരസ്വത്തിൽ കള്ളത്തരം കാണിക്കുന്നവരില്ലേ, മരിച്ചോയ മക്കളുടെ ഏട്ടന്റെ അനിയന്റെ സ്വത്തുക്കൾ ഇല്ലാത്ത പ്രമാണങ്ങൾ ഉണ്ടാക്കി വിരലടയാളം കൊണ്ട് അബോധാവസ്ഥയിൽ ചെയ്യിച്ചവരില്ലേ, ഏട്ടന് കിട്ടേണ്ട സ്വത്തുക്കൾ തട്ടിയെടുത്തവരില്ലേ, അനിയനെയും പെങ്ങളെയും ചതിച്ചവരില്ലേ, കണ്ണായ റോഡിന്റെ പക്കൽ ആൾക്കാരെ സ്വാധീനിച്ച്, അതല്ലെങ്കിൽ ഏതെങ്കിലും മധ്യസ്ഥന്മാരെ സ്വാധീനിച്ച് അവനാന്റെ പരിധിയിൽ എഴുതി വെച്ചവരില്ലേ, അതിലിട്ട് കല്ലുകൾ